എളവള്ളിയുടെയും എളവള്ളി സ്കൂളിൻ്റെയും സീക്കിൻ്റെയും ചരിത്രത്തിൽ ഒരു സുവർണദിനം. സതീർത്ഥ്യം പൂർവ്വ ഗുരുശിഷ്യ സംഗമം 2012 ഓഗസ്റ്റ് 26. എളവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു ശതാബ്ദി ആഘോഷ കമ്മിറ്റി നിലവിൽ വരികയും ശതാബ്ദി ആഘോഷ കമ്മിറ്റി സീക്ക് UAയുടെ നേതൃത്വത്തിൽ PTA, വികസന സമിതി, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, യൂത്ത് ചേംബർ, എളവള്ളി സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവരുമായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യബോധത്തോടെ നീങ്ങിയതിൻ്റെ സഫലീകരണമായിരുന്നു സതീർത്ഥ്യത്തിൻ്റെ വിജയം. 3 മാസം മുൻപ് തന്നെ എളവള്ളിയിലെ അഭ്യുദയകാംക്ഷികളെ ബന്ധപ്പെടുത്തി വായനശാലയിലും സ്കൂളിലുമായി നിരവധി ജനകീയ മീറ്റിംഗുകൾ, എല്ലാ എളവള്ളിക്കാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർത്ത് ദുബായിൽ വെച്ച് ഒരു വലിയ സംഗമം, തുടർന്ന് എല്ലാവരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കണക്കിലെടുത്തുകൊണ്ട് സതീർത്ഥ്യം 2012 പ്രോഗ്രാം ചാർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാന ഭാഗമായ അധ്യാപകരെ വിളിക്കുന്നതിൻ്റെ ചുമതല ഏകദേശം 45 ദിവസം മുൻപ് തന്നെ ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുൻപ് പിരിഞ്ഞുപോയ അധ്യാപകരടക്കം എല്ലാവരെയും ബന്ധപ്പെടുവാനും അന്നേ ദിവസം അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുവാനും ശ്രമിച്ചു. പരസ്യവിഭാഗത്തിൻ്റെ ഭാഗമായി പത്രസമ്മേളനം, ടെലിവിഷൻ, എളവള്ളിയിലും ചുറ്റുഭാഗങ്ങളിലും ഫ്ലക്സ്, പെരുവല്ലൂർ, പേനകം, വാഗ, പണ്ടാറക്കാട്, പറക്കാട്, കടവല്ലൂർ, പാറ തുടങ്ങി എല്ലായിടത്തും വളരെ വിശദമായ ഫ്ലക്സുകൾ, മൈക്ക് അനൗൺസ്മെൻറ്റ്, സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സും ബാൻഡ് സെറ്റുമായി വിളംബരജാഥ, പുലിക്കളിയുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെ മേൽപ്പറഞ്ഞ എല്ലാ ജംഗ്ഷനുകളിലും നോട്ടീസ് വിതരണവും ക്ഷണപത്രികയും. ഇവയ്ക്കെല്ലാം പുറമെ സ്കൂളിലെ പഴയ രജിസ്റ്റർ ബുക്കിൽ നിന്നും ഏകദേശം 4500 പൂർവ്വ വിദ്യാർത്ഥികളുടെ അഡ്രസ്സ് ശേഖരിക്കുകയും അതിലെ എളവള്ളി ചുറ്റുപാടുകളിലേതൊഴിച്ച് എല്ലാവർക്കും എഴുത്ത് അയക്കുകയും ചെയ്തു. ഇത് അതിശക്തമായ പ്രതികരണങ്ങളുണ്ടാക്കി. ഓഗസ്റ്റ് 24-നും 25-നുമായി എളവള്ളിയുടെ മുക്കിലും മൂലയിലും അക്ഷരാർത്ഥത്തിൽ പറന്നു നടന്ന് തന്നെ അനൗൺസ്മെന്റ് നടത്തി. ഒരു വട്ടം കൂടിയെന്ന ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ഗാനവുമായി എളവള്ളിയിലെ തെരുവീഥികളിലൂടെ ഒഴുകി നടന്ന മൈക്ക് അനൗൺസ്മെന്റ് വലിയ ഒരു ഗൃഹാതുരത്വം ഉണർത്തുകയും സാവിത്രി ടീച്ചറുടെ പ്രസംഗത്തിൽ അത് പരാമർശിക്കുകയും ചെയ്തു. തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന വരികൾ വല്ലാതെ മനസ്സിൽ തട്ടി. മക്കളെ, ഇതല്ലാതെ ഏതാ എൻ്റെ തിരുമുറ്റം? അസുഖം മൂലം വരണ്ട എന്ന് കരുതിയതാണ്, പക്ഷേ വരാതിരിക്കാൻ പറ്റിയില്ല എന്ന് വികാരപരമായി പറഞ്ഞപ്പോൾ സദസ്സ് കോരിത്തരിച്ചു. 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലൊരുക്കി അത് തോരണം ചാർത്തി കുരുത്തോലയിട്ട് 1000 പേർക്ക് ഇരിക്കാവുന്ന കസേരകൾ നിരത്തി ബലൂണുകളും സ്കൂളിൻ്റെ ഓർമ്മകളുണർത്തുന്ന ചെറിയ ചെറിയ കുറിപ്പുകൾ തൂക്കിയിട്ടും സ്റ്റേജ് വർണ്ണങ്ങളാൽ അലങ്കരിച്ചും നമ്മൾ വേദി സജ്ജമാക്കി. വരുന്നവർക്കായി ഒരു സ്വീകരണമുറി, വയസ്സായവർക്ക് വിശ്രമമുറി, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുവാൻ ഫീഡിംഗ് റൂം, ഫസ്റ്റ് എയ്ഡ് റൂം തുടങ്ങി എല്ലാ തരത്തിലും നമ്മൾ സുസജ്ജരായിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളുണ്ടെങ്കിലും നടത്തിപ്പുകാരുടെ വേവലാതി നമ്മളെ ഒട്ടും ബാധിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സ്കൂളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 60 സേവാസന്നദ്ധരായ മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും ചുറുചുറുക്കുള്ള പ്രവർത്തനമായിരുന്നു. കുട്ടികളെ സുസജ്ജരാക്കുവാനും അവരിലെ ഉത്തരവാദിത്വം ഉണർത്തുവാനും മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ശ്രീ ബ്രഹ്മനായകം സാറിൻ്റെ ക്യാമ്പ് 2 മാസം മുന്നേ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. സതീർത്ഥ്യത്തിൻ്റെ തലേന്ന് ഓഗസ്റ്റ് 25-ന് നടന്ന ആ ക്യാമ്പ് കുട്ടികളെ മാറ്റിയെടുത്തതിന് അളവുകളില്ല. വരുന്ന ഓരോ പൂർവ്വ വിദ്യാർത്ഥികളായ വൃദ്ധജനങ്ങളെയും പൂർവ്വ അധ്യാപകരെയും സ്വീകരിക്കേണ്ടതും പെരുമാറേണ്ടതുമായ രീതികൾ ബ്രഹ്മനായകം സാർ കുട്ടികളിലേക്ക് വ്യക്തമായും പകർന്നു നൽകിയിരുന്നു. സതീർത്ഥ്യം ദിനത്തിൽ പടികടന്നുവരുന്ന ഓരോരുത്തരെയും കൈപിടിച്ച് സ്വീകരിക്കാൻ പടിവാതിലിൽ പുഞ്ചിരിയുമായി നമ്മുടെ പുതുതലമുറ കാത്തുനിന്നു. അവരോട് കുശലം പറഞ്ഞ് സ്വീകരണമുറിയിൽ ഇരുത്തി ചായ കൊടുത്ത് ഷുഗർ അന്വേഷണം വരെ നടത്തി പഞ്ചസാര ക്രമീകരിച്ച് അവരെ വേദിയിലിരുത്തി. അധ്യാപകരെ വരവേൽക്കാൻ നമ്മുടെ ടീച്ചർമാരുടെ ഒരു നിര ഒരേ സാരി അണിഞ്ഞ് ഗേറ്റിലുണ്ടായിരുന്നു. വളരെ ഹൃദയസ്പർശിയായിരുന്നു ഓരോ സ്വീകരണവും.
ഒരു പഴയ തറവാട്ടിലേക്ക് എത്തപ്പെട്ട പ്രതീതിയായിരുന്നു ഓരോ മുഖങ്ങളിലും. തുവാരെ ഗംഗാധരൻ മാസ്റ്ററും സതി ടീച്ചറും അടങ്ങുന്ന ഹെഡ് മാസ്റ്റർമാരും, ഫ്രാൻസിസ് മാഷ്, ജോസ് മാഷ്, ബാലൻ മാഷ്, സി തോമസ് മാഷ്, നളിനി ടീച്ചർ, കൊച്ചുമേരി ടീച്ചർ, മീനാക്ഷി ടീച്ചർ, ശാലിനി ടീച്ചർ, ബിനിത ടീച്ചർ, ബാല ടീച്ചർ, റീത്ത ടീച്ചർ, ത്രേസ്യാക്കുട്ടി ടീച്ചർ, രുക്മിണി ടീച്ചർ, കൃഷ്ണൻ മാഷ്, രജനി ടീച്ചർ, ജാൻസി മാഷ്, മോഹൻദാസ് മാഷ്, വിലാസിനി ടീച്ചർ, പ്യൂൺ ദാമോദരേട്ടൻ, ഗോപാലകൃഷ്ണൻ മാഷ്, രഘുമാഷ്, പഴയ PTA പ്രസിഡന്റുമാരായ വിജയേട്ടൻ, PR രാമകൃഷ്ണൻ, നമ്പാത്ത് പ്രേമൻ, PA ഷാജു, TS ഷാജി തുടങ്ങിയവർ മുതൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിരുന്ന ചേച്ചിയും ചായക്കട ബാലേട്ടൻ, നാരായണേട്ടൻ തുടങ്ങി ഓരോരുത്തരായി പടികയറി വന്ന് സ്കൂൾ അങ്കണം അക്ഷരാർത്ഥത്തിൽ ധന്യമാക്കി. എളവള്ളിയുടെ സാംസ്കാരിക നായകരിൽ പ്രമുഖനും എളവള്ളി സ്കൂളിൻ്റെ ജീവനും തേജസ്സുമായിരുന്ന നമ്മുടെ സ്വന്തം ദിവാകരൻ മാസ്റ്ററുടെ പേരിലായിരുന്നു വേദി ഒരുക്കിയത്. MM ദിവാകരൻ മാസ്റ്റർ നഗർ. മൺമറഞ്ഞുപോയ മറ്റ് അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സതീർത്ഥ്യം ആരംഭിച്ചത്. എളവള്ളിയിലെ വാദ്യകലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചെറിയ ചെണ്ടമേളത്തോടെ നമ്മൾ സതീർത്ഥ്യത്തിന് തുടക്കമിട്ടു. തുടർന്ന് കുറുമ്പൂർ ബാജിയേട്ടൻ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് വസന്ത ടീച്ചർ ഔപചാരികതകളില്ലാത്ത ഉദ്ഘാടനവും പ്രവാസി കോർഡിനേറ്റർ രവി കെ അന്നത്തെ പ്രോഗ്രാമിൻ്റെ സ്വഭാവവും വിശദീകരിച്ചു. ഏകദേശം 11 മണിയോടെ വേദി നിറഞ്ഞു കവിയാൻ തുടങ്ങി. ഇത് രാത്രി 11 മണി വരെ നീണ്ടു. ആളുകൾ വന്നും പോയും ഇരുന്നു. എന്നിരുന്നാലും ഒരു സമയത്തും വേദി ശുഷ്കമായിരുന്നില്ല. വേദിയിൽ പല മൂലകളിലായി നമ്മൾ ഒരുക്കിയിരുന്ന നന്ദ്യാർ വട്ടക്കൂട്ടം, മുക്കുറ്റിക്കൂട്ടം, ചെമ്പകക്കൂട്ടം, ആമ്പൽക്കൂട്ടം തുടങ്ങിയ ഗ്രൂപ്പുകളിലേക്ക് ബാച്ച് ക്രമത്തിൽ ഇരുന്ന് ഓർമ്മകൾ അയവിറക്കലായിരുന്നു അടുത്ത ചടങ്ങ്. അധ്യാപകരും 60 വയസ്സിന് മുകളിലുള്ളവരും ഒരു കോർണറിൽ, പിന്നെ പല മൂലകളിലായി പല ബാച്ചുകാർ. പറഞ്ഞിട്ടും പങ്കുവെച്ച് തീരാത്ത വിശേഷങ്ങളുമായി എല്ലാവരും. തുടർന്ന് ഓരോ കൂട്ടവും അവരുടേതായ ചെറിയ സ്റ്റേജ് പ്രോഗ്രാമും നടത്തി. കൂട്ടത്തിൽ ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ടീച്ചേഴ്സും PTA പ്രസിഡന്റ് ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ വനിതാ PTAയും PP അലിയുടെ നേതൃത്വത്തിൽ സീക്ക് അംഗങ്ങളും നടത്തിയ സംഘഗാനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഹെഡ്മിസ്ട്രസ് വസന്ത ടീച്ചർ നേരിട്ട് അധ്യാപികമാരെ വിളിച്ചു ചേർത്ത് പൂവിളി പൂവിളി എന്ന പാട്ട് പഠിപ്പിച്ച് ആവേശപൂർവ്വം അപ്പോൾ തന്നെ പാടുകയായിരുന്നു. 60 വയസ്സിന് മുകളിലുള്ളവർ വരെ വാർദ്ധക്യം മറന്ന് സ്റ്റേജ് പങ്കിടാൻ തയ്യാറാവുകയും ഒരു നാടൻ ശീല് നന്നായി തന്നെ ചൊല്ലിത്തരികയും ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലർ MM ദിവാകരൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ തങ്ങളുടെ പരിപാടികൾ സമർപ്പിച്ചപ്പോൾ വേദി ശോകമുഖമായി. 60-ന് മുകളിലുള്ള പഴയ തലമുറക്കാർ മുതൽ നിലവിലെ 10ാം ക്ലാസ്സുകാരുടെ പുതിയ തലമുറ വരെ അവരുടെ സഹപാഠികളുടെ ഗ്രൂപ്പിനൊപ്പം അണിചേർന്ന് വേദി സജീവമാക്കി. താൽക്കാലികമായി സ്കൂൾ അങ്കണത്തിൽ കെട്ടിയുയർത്തിയ സ്റ്റേജിലായിരുന്നു പകൽ സമയ പരിപാടികൾ. അതും 10 മിനിറ്റ് കൊണ്ട് വിദ്യാർത്ഥികൾ ബെഞ്ച് വെച്ച് കെട്ടിയുയർത്തി അലങ്കരിച്ച സ്റ്റേജ്. തുടർന്ന് നമ്മൾ മൺമറഞ്ഞുപോയ അധ്യാപകരെയും മറ്റും സ്മരിക്കുകയും അവിടെ എത്തിച്ചേർന്ന എല്ലാ അധ്യാപകരെയും ആദരിക്കുകയും ചെയ്തു. രുക്മിണി ടീച്ചർക്ക് പൊന്നാടയണിയിച്ച് ഹെഡ്മിസ്ട്രസ് വസന്ത ടീച്ചർ ആദരിക്കൽ ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. തുടർന്ന് ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു. ഒരു ആയുസ് മുഴുവൻ നമ്മുടെ എളവള്ളിക്കും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്തു വരുന്ന നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ജീവിച്ച നമ്മുടെ സ്വന്തം അധ്യാപകർ അവരുടെ നിഷ്കളങ്കമായ വാർദ്ധക്യത്തിലും തേജസ്വികളായി വേദിയിൽ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങി. മറുപടി പ്രസംഗത്തിൽ അധ്യാപകരുടെ വാക്കുകളും ഓർമ്മകളും പലവട്ടം എല്ലാവരെയും കണ്ണു നനയിപ്പിച്ചു. നിറഞ്ഞുനിന്ന വേദിയിലേക്ക് വാദസംബന്ധമായ തളർച്ച വകവയ്ക്കാതെ കൃഷ്ണൻ മാഷ് വേച്ചുവേച്ചു വന്നപ്പോൾ സദസ്സ് എഴുന്നേറ്റുനിന്ന് അദ്ദേഹത്തോട് ബഹുമാനം പ്രകടിപ്പിച്ചു. കാർത്തു ടീച്ചറും സാവിത്രി ടീച്ചറും സുബലക്ഷ്മി ടീച്ചറും അടങ്ങുന്നവർ അവശത മറന്ന് നമ്മുടെ വേദിയെ ധന്യമാക്കി. റീത്ത ടീച്ചർ, ത്രേസ്യക്കുട്ടി ടീച്ചർ, മീനാക്ഷി ടീച്ചർ തുടങ്ങി നമ്മുടെ സ്വന്തം ടീച്ചർമാരെല്ലാവരും അടുത്തെത്തി കുശലം ചോദിക്കുന്ന മക്കൾ ഓരോരുത്തരെയും മാതൃവാത്സല്യത്തോടെ
തഴുകി അനുഗ്രഹിക്കുന്നത് പുതുതലമുറ കുളിർമയോടെ നോക്കി നിന്നു. ഗംഗാധരൻ മാഷുടെയും ജോസ് മാഷിൻ്റെയും അടുത്ത് ഭയഭക്തി ബഹുമാനത്തോടെ വണങ്ങി നിന്ന പഴയ തലമുറ ഫ്രാൻസിസ് മാഷോടും സി തോമസ് മാഷോടും കുസൃതി ചോദ്യങ്ങളുമായി വീണ്ടും അടുത്തുകൂടി. ശതാബ്ദി വർഷത്തിൽ 100% വിജയം നേടിത്തന്ന അഭിമാന താരങ്ങളായ SSLC ബാച്ച് വിദ്യാർത്ഥികളെ ഓരോരുത്തരെയും മെഡൽ നൽകി അഭിനന്ദിച്ചു. ഇവരെ വിജയത്തിലേക്ക് നയിച്ച എല്ലാ അധ്യാപകർക്കും പ്രത്യേക പാരിതോഷികം നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ എളവള്ളി സ്കൂളിനെ കൃഷ്ണൻ മാഷും സാവിത്രി ടീച്ചറും ചേർന്ന് കൈമാറിയ സീഖ് മൊമെൻറ്റോ ഹെഡ്മിസ്ട്രസ് വസന്ത ടീച്ചർ ഏറ്റുവാങ്ങിയപ്പോൾ സദസ്സ് ഹർഷാരവം മുഴക്കി. വേദി പ്രകമ്പനം കൊണ്ടു. അധ്യാപകരെ ആദരിക്കലും അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കലും കഴിഞ്ഞതോടെ വേദി നമ്മുടെ സ്കൂൾ സ്റ്റേജിലേക്ക് മാറി. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കാതെ വളരെ തന്മയത്വത്തോടെ സ്റ്റേജിൽ ലൈവ് ഓർക്കസ്ട്രയുടെ സഹായത്തോടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നടത്തിയ ചെറിയ കലാവിരുന്ന് വളരെ ഹൃദ്യമായി. തുടർന്ന് നടന്ന ലളിതവും പ്രൗഢവുമായ സാംസ്കാരിക സമ്മേളനം പതിവിൽ നിന്നും വ്യത്യസ്തമായി ജനപ്രതിനിധികളോ പഞ്ചായത്ത് മെമ്പർമാരോ പോലും ഇല്ലാതെ തീർത്തും സ്കൂളിൻ്റേത് മാത്രമായി മാറി. ശതാബ്ദി ആഘോഷ സമിതി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും അടങ്ങുന്ന ഒരു വലിയ തറവാട്ടുമുറ്റം. അതായിരുന്നു സത്യം. സാംസ്കാരിക സമ്മേളനത്തിൽ ഗംഗാധരൻ മാസ്റ്റർ, തോമസ് മാസ്റ്റർ, ഫ്രാൻസിസ് മാസ്റ്റർ, ജോസ് മാസ്റ്റർ, വിജയനാശാരി എന്നിവരെ കൂടാതെ സ്ഥലത്തെ എക്സ് മിലിറ്ററിക്കാരെ കൂടി നമ്മൾ ആദരിച്ചു. 2 തവണ സംസാരിച്ചതു മതിവരാതെ 3-ാം തവണയും ഗംഗാധരൻ മാസ്റ്റർ മൈക്ക് ചോദിച്ചു വാങ്ങുകയും ഈ വേദി ഒരുക്കിത്തന്നവരെയും ഇതിൻ്റെ സംഘാടകരായ സീക്കിനെയും പ്രത്യേകിച്ച് അന്നത്തെ ചുണക്കുട്ടികളായ 60 പേരെയും അവരെ ഒരുക്കിയ അജീഷനെയും പ്രത്യേകം പ്രശംസിച്ചു. തുടർന്ന് നടനനികേതനം ഷീബ ടീച്ചറുടെ നേതൃത്വത്തിൽ പഴയ കലാകാരികൾ നടത്തിയ നൃത്തവും രവിയുടെ ഏകാഭിനയവും പാട്ടുകളും പഴയ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ മാസ്മരികമായ ഓർമ്മകളുണർത്തി. കാസർഗോഡ് നിന്നും എത്തിയ നാടകപ്രവർത്തകൻ ശ്രീ ഗോപി കുറ്റിക്കോലിനെയും സ്കൂളിലെ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി നിയമിച്ച അജീഷ് മാഷിനെയും വേദിയിൽ പരിചയപ്പെടുത്തി. പഴയ ഓടുമേഞ്ഞ കെട്ടിടത്തിൽ ഒരുക്കിയ സീക്ക് കോർണറിൽ സീക്കിൻ്റെ പ്രധാന ഫോട്ടോസ് പ്രദർശിപ്പിച്ചു. അവിടെ തന്നെ സ്കൂളിലെ പഴയ ബാച്ച് ഫോട്ടോസ് പ്രദർശിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ പഴയ സ്കൂൾ ദിനങ്ങളിലേക്ക് ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോയി. സന്ധ്യയായപ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തി. വേദി നിറഞ്ഞുകവിഞ്ഞു. ഈ തിരക്കിനിടയിലും നമ്മുടെ 60 പേരടങ്ങുന്ന ചുണക്കുട്ടികൾ ഓരോരുത്തർക്കും ഓടി നടന്ന് ചായ വിതരണവും രാത്രി ഭക്ഷണത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. പായസത്തോടുകൂടിയുള്ള ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയത് ഷഫീർ, ലതീഷ് ടീം അടങ്ങുന്ന നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു. തൃശൂർ ജനനയൻ അവതരിപ്പിച്ച നാടൻ കലാമേള എളവള്ളിയെ പ്രകമ്പനം കൊള്ളിച്ചു. സതീർത്ഥ്യത്തിന്റെ മഹനീയമായ വേദി ഒന്നുകൂടി ചടുലമാക്കാനും ഓർമ്മയിൽ എന്നെന്നും മായാതെ നിർത്താനും ജനനയനയുടെ പ്രോഗ്രാം സഹായിച്ചു. കാളിയും മൂക്കും ചാത്തനും തെയ്യവും മതസൗഹാർദ്ദവും കാളകളിയും തോറ്റംപാട്ടും തിരിയൊഴിച്ചിലും അടങ്ങുന്ന 3 മണിക്കൂർ നേരം എളവള്ളിക്കാർ ആടിത്തിമർത്തു. സതീർത്ഥ്യം ഓരോ എളവള്ളിക്കാരൻ്റെയും മനസ്സിൽ മായാത്ത ഓർമ്മയായി മാറിയപ്പോൾ അതിലെ ധന്യമുഹൂർത്തങ്ങൾ ഏറെയുണ്ടെങ്കിലും സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രായം ചെന്ന പള്ളിക്കടവിൽ അമ്മുകുട്ടി ചേച്ചി പകർന്നു നൽകിയ ദീപം അവിടെ കൂടി നിന്ന എല്ലാവരിലേക്കും പകർന്ന് സ്നേഹച്ചിരാത് നമ്മുടെ സരസ്വതി ക്ഷേത്രത്തെ ദീപപ്രഭയിലാഴ്ത്തി. ഒരു പഴയ തലമുറയിൽ നിന്നും നിസ്വാർത്ഥരായ അധ്യാപകരും സാമൂഹ്യ പരിഷ്കർത്താക്കളും പകർന്നു നൽകിയ ദീപം പുതുതലമുറ ഏറ്റുവാങ്ങി കെടാതെ സൂക്ഷിച്ച് വരും തലമുറയിലേക്ക് കൈമാറുമെന്ന നിശബ്ദമായ നിശ്ചയദാർഢ്യത്തോടെ സതീർത്ഥ്യം സമാപിച്ചു.